വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ദൈവാനുഗ്രഹത്തിനായി നാം കർത്താവിൽ സന്തോഷിച്ച് ഒന്നിനെപ്പറ്റിയും ആകുലപ്പെടാതെ പ്രാർത്ഥിക്കുവിൻ എന്ന് ഉദ്ബോധിപ്പിക്കുന്ന തിരുവചന ഭാഗമാണ് വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. ദൈവാനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളിൽ വസിക്കുന്ന ത്രിയേക ദൈവമേ, ഞങ്ങളുടെ സ്വാർത്ഥത, അഹങ്കാരം, വെറുപ്പ്, വിദ്വേഷം, അസൂയ, വൈരാഗ്യം, മുൻകോപം, ആസക്തികൾ, ദുഷ്ചിന്തകൾ, നിരാശ, അപകർഷതാബോധം, മറ്റുള്ളവരെ വിധിക്കുന്ന പ്രവണത, മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ സാധിക്കാത്ത അവസ്ഥ, പ്രാർത്ഥനയിലുള്ള ശുഷ്കാന്തിക്കുറവ്, തഴക്കദോഷങ്ങൾ തുടങ്ങി ഞങ്ങളുടെ എല്ലാ ബലഹീനതകളെയും ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപാസമുദ്രത്തിൽ ഞങ്ങളുടെ പാപങ്ങളുടെയും കടങ്ങളുടെയും കറ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് നിർമ്മലമായ ഒരു ഹൃദയം നൽകി അവിടുത്തെ അനുഗ്രഹവർഷം ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലും ചൊരിയണമേ. ആമേൻ.